ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. പയ്യന്നൂർ സ്വദേശി ഗിരീഷാണ് പിടിയിലായത്. മറ്റൊരു പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ ഒളിവിൽ തുടരുകയാണ്. ഒരു വർഷം മുൻപാണ് ഗിരീഷ് 16-കാരനെ ആദ്യമായി പീഡിപ്പിച്ചത്. പിന്നീട് പല സ്ഥലങ്ങളിൽ വിളിച്ചുവരുത്തി പീഡനത്തിനിരയാക്കിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഗേ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് നടത്തിയ പീഡനത്തിൽ ഇതുവരെ 10 പ്രതികളെയാണ് പിടികൂടിയത്. ശേഷിക്കുന്ന 5 പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. കോഴിക്കോട്, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കേസിലെ പ്രതിയും യൂത്ത് ലീഗ് നേതാവുമായ സിറാജുദ്ദീൻ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതേസമയം കുട്ടിയെ പീഡിപ്പിച്ച ബേക്കൽ എഇഒ സൈനുദ്ദീൻ, റെയിൽവേ ഉദ്യോഗസ്ഥൻ ചിത്രരാജ് ഉൾപ്പെടെ 9 പേരെ ഇന്നലെ ഹോസ്ദുർ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. സർക്കാർ ജീവനക്കാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെട്ട കേസിൽ ഇനിയും പ്രതികളുണ്ടാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിലവിൽ 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പീഡനത്തിനിരയായ കുട്ടിയുടെ മൊബൈലിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ആളുകളുമായി ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും പലരുമായും പണമിടപാട് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയത്. 2024 ഏജന്റ് എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആദ്യമായി 16-കാരന് സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് ഇയാൾ കുട്ടിയെ പീഡനത്തിനിരയാക്കി. പിന്നീട് ഏജന്റിന്റെ സഹായത്തോടെയാണ് മറ്റുള്ളവർ കുട്ടിയിലേക്ക് എത്തുന്നത്. കുട്ടിയെ പീഡിപ്പിക്കാൻ അവസരമൊരുക്കുന്നതിന് ഇയാൾക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഏജന്റിന്റെ മൊബൈൽ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ആരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരൂ. ആദ്യ ദിവസം ചൈൽഡ് ലൈനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കുട്ടി കൃത്യമായി കാര്യങ്ങൾ പറയാത്തത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ ഒരിക്കൽ കൂടി ആൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന കാര്യം പോലീസ് പരിഗണനയിലുണ്ട്. ഇതിനുശേഷമാകും കൂടുതൽ FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് മലയാളം, കാസർഗോഡ്.